കൊണ്ടോട്ടി നഗരത്തിലെ വലിയതോട് നവീകരണത്തിന് 50 കോടി രൂപയുടെ പദ്ധതി ഉൾപ്പെടെ അടിസ്ഥാന വികസനത്തിനും സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ബജറ്റുമായി കൊണ്ടോട്ടി നഗരസഭ. വലിയതോട് സർവേ നടത്താനും വശങ്ങൾ കെട്ടിസംരക്ഷിക്കാനും നടപ്പാത ഒരുക്കാനും മറ്റുമായി വലിയ പദ്ധതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2026-27 ബജറ്റ് നഗരസഭ ഉപാധ്യക്ഷ പി ആയിഷ ബിന്ദു അവതരിപ്പിച്ചു. 10,47,889 രൂപ മുന്നിരിപ്പും 95,87,38,393 രൂപ വരവും ഉൾപ്പെടെ ആകെ 106,36,262 രൂപ വരവും 102,71,42,222 രൂപ ചെലവും 3,60,54,049 രൂപ നീക്കിയിരിപ്പുമുള്ള 2025-26 പുതുക്കിയ ബഡ്ജറ്റും 3,65,54,049 രൂപ മുന്നിരിപ്പും 143,03,268 രൂപ തന്നാണ്ട് വരവും ഉൾപ്പെടെ ആകെ 148,68,56,317 രൂപ വരവും 134,83,50,168 രൂപ തന്നാണ്ട് ചെലവും 12,85,6,149 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-27 പ്രതീക്ഷിത ബഡ്ജറ്റും വിശദമായ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും ആവശ്യമായ ഭേദഗതികളോടും കൂടിയ അംഗീകാരത്തിനായി സവിനയം സമർപ്പിക്കുന്നു. നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ PMAY ലൈഫ് ഭവന പദ്ധതികളിലൂടെ നഗരസഭയിലെ മുഴുവൻ ഭവനരഹിതർക്കും വീട് യാഥാർത്ഥ്യമാക്കും. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കും. നഗര സൗന്ദര്യവൽക്കരണം, മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വിവിധ പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വ്യായാമ കൂട്ടായ്മകൾ, ഓപ്പൺ ജിമ്മുകൾ, അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തി. കൊണ്ടോട്ടി മത്സ്യവിപണന കേന്ദ്രം നവീകരിക്കുന്നതിന് 10 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കും. നഗരസഭയിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലെയും കെട്ടിടങ്ങൾ പുനരുദ്ധാരണം നടത്താൻ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി, നെടിയിരുപ്പ് കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച് വിവിധ പദ്ധതികൾ തുടങ്ങി വിവിധ മേഖലകളുടെ വികസനത്തിനായി ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, എയർ 1.